ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാത്യു അച്ഛനും ഞാനും കൂടി. അച്ഛാ, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് വരാം അല്ലേ? അതെ, നമുക്കറിയാം എല്ലാ മേഖലയിലും സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ. അതുപോലെ ആത്മീയ മേഖലയിലും സെലിബ്രിറ്റീസ് ഉണ്ട്. അതായത് അവരുടെ വചനപ്രഘോഷണത്തിലൂടെയും അവരുടെ ശുശ്രൂഷകളിലൂടെയും ജനഹൃദയങ്ങളിൽ ഇടം നേടുന്ന വ്യക്തികൾ. അത്തരം വ്യക്തികൾ അനേകം പേരുടെ ആരാധനാപാത്രങ്ങളെന്നല്ല, ഒരു മോഡലാണ് അവർ ശരിക്കും നല്ല ജീവിതം നയിക്കുന്നവരാണെന്നാണ് പൊതുവെ ആൾക്കാർ കരുതുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ചില പുതപ്പുകൾ സംഭവിക്കുകയും വീഴ്ചകൾ സംഭവിക്കുകയും അത് ജനങ്ങൾ അറിയുകയും ചെയ്താൽ അതൊരു വലിയൊരു പ്രശ്ന സഭയ്ക്ക് സൃഷ്ടിക്കുകയല്ലേ? എന്താണ് അഭിപ്രായം? അപ്പം അച്ഛന് സെലിബ്രിറ്റികൾ സെക്കുലറായിട്ടുണ്ട്, കത്തോലിക്ക വിശ്വാസികളൊക്കെ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു, എനിക്ക് ഇതിനകത്ത് പൊതുവിൽ പറയാൻ പറ്റുന്നത് ഒരു കാര്യം, ഒരു 10 പേർ ഇരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. സോ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നയാളെ എല്ലാവരും ശ്രദ്ധിക്കും. എന്നെ കാണിച്ചാൽ അതെ. അപ്പം എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയ സെലിബ്രിറ്റികളെ സംബന്ധിച്ച് അല്ലേ? അതെ, അത് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ, അത് ചില ആത്മീയപരമായ സിദ്ധികളാവാം, മറ്റു ചില ഭൗതികമായ കാര്യങ്ങളാവാം. അവരുടെ തന്നെ അധ്വാനം കൊണ്ട്, അവരുടെ ശരിക്കുള്ള അധ്വാനം കൊണ്ടും ആഗ്രഹം കൊണ്ടും ഒക്കെ അതിനെ അവരെ പരിപോഷിപ്പിച്ചെടുക്കുന്നു. അത് നന്മയ്ക്ക് ഉതകുന്ന കഴിവുകൾ തീർച്ചയായിട്ടും ദൈവം തന്നെ കൊടുത്താണല്ലോ. അതെ. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഏതെങ്കിലും രീതി, ഇപ്പം എനിക്ക് തോന്നുന്ന 3 രീതിയിലാണ് പലപ്പോഴും വീഴ്ച പറ്റാവുന്നത്. 1, അറിവില്ലായ്മ കൊണ്ട്, വേണ്ടത്ര അറിവില്ലായ്മ കൊണ്ട്. 2, അശ്രദ്ധ കൊണ്ട്. 3, അഹങ്കാരം കൊണ്ട്. ഇപ്പം എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ചിന്ത, ഇതെങ്ങനെ ഇതിൽ ഏത് രീതിയിൽ വീഴ്ച വന്നാലും വീണയാൾക്ക് രക്ഷപ്പെടാൻ എന്നുള്ളതാണ്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് കത്തോലിക്ക സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ട എൻ്റെ ചിന്ത വരുന്നത്, അത് സിനിമാ നടന്മാരാകാം, കലാരംഗത്ത് നിൽക്കുന്നവരാകാം, അല്ലെങ്കിൽ വചന ശുശ്രൂഷ മേഖല നിൽക്കുന്നവരാകാം. ഏത് മേഖലയിൽ നിൽക്കുന്നവരായാലും അവർക്ക് എത്ര വലിയ, ചിലപ്പോഴൊക്കെ നമ്മൾ പറയാനുള്ളൊരു കാര്യം, എത്ര ഉയരത്തിൽ നിന്നാണോ വീഴുന്നത് അതിൻ്റെ ആഹ്ലാദം അത്ര വലുതായിരിക്കും എന്ന് പറയാറുള്ളത്. അത് ശരിയുമാണ്. പക്ഷേ വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്നു, ഈശോ മിശിഹായിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സന്ദേശമനുസരിച്ച് എങ്ങനെ വീണാലും അയാൾ രക്ഷയുടെ സാധ്യത അയാൾക്കുണ്ട്. പിന്നെ ഇവിടെ പക്ഷേ ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഒരു പക്ഷേ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. കാരണം എപ്പോഴും തിരിച്ചു വരാനുള്ള സാധ്യത അനുതാപമാണ് അല്ലേ? തിരിച്ചു വരാനുള്ള അടിസ്ഥാനപരമായ കാര്യം അനുതാപമാണ്. അപ്പോൾ എന്താണ് തെറ്റ് ചെയ്തതെന്നുള്ള, ഏതൊക്കെ മേഖല തെറ്റ് ചെയ്തു, എന്താണ് തങ്ങൾ ചെയ്ത തെറ്റ് എന്നതിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് ലഭിച്ചു കഴിഞ്ഞാലേ അനുതാപം ശരിയാകത്തുള്ളൂ. പക്ഷേ ചിലപ്പോഴും ആളുകൾ കാണുന്നത് ഒരു തെറ്റ്, ചിലപ്പോൾ ഈ തെറ്റ് വരുത്തിയവർക്ക് തോന്നുമായിരിക്കും ഞാൻ ചെയ്ത തെറ്റ് ഇതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ കാണുന്നവർക്ക് തോന്നുമായിരിക്കും ഇതൊക്കെ തെറ്റ് ചെയ്യുന്നുള്ളത്. പക്ഷേ ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. കാരണം ഉദാഹരണത്തിന് കാനായിലെ കല്യാണം വരുന്നത്, എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചാൽ എല്ലാവരും പെട്ടെന്ന് പറയും അവിടുത്തെ പ്രശ്നം വീഞ്ഞ് തീർന്നു പോയതായിരുന്നു. പക്ഷെ ശരിക്കും ധ്യാനിച്ച് നമുക്ക് മനസ്സിലാകും, വീഞ്ഞ് തീർന്നു പോയെങ്കിലും വീണ്ടും വീഞ്ഞുണ്ടാക്കാൻ കഴിവുള്ള ഈശോ മിശിഹായെ അവർ തിരിച്ചറിയാതിരുന്ന യഥാർത്ഥ പ്രശ്നം അല്ലേ? പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. അതെ, ഈശോയ്ക്കെല്ലാം സാധ്യമാണെന്നിരിക്കെ വീഞ്ഞ് തീർന്നു പോയാൽ അവർക്ക് വിഷയമല്ല എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികൾ എല്ലാവരെ സംബന്ധിച്ച് ശരിയാണ്. പ്രത്യേകിച്ച് സെലിബ്രിറ്റി തലങ്ങളിലുള്ള വ്യക്തികളൊക്കെ വീണ് കഴിയുമ്പോൾ ആളുകൾ വിചാരിക്കുക അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ഒന്ന് സെലിബ്രിറ്റികളായിരിക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ അങ്ങനെയുള്ള മേഖലകളൊക്കെ ആയിരിക്കുന്നവർ, അവർ ദൈവത്തിൻ്റെ നാമത്തിലാണല്ലോ അവർ അങ്ങനെ ഉയർത്തപ്പെട്ടത്. അതുകൊണ്ട് വീഴ്ച വരുമ്പോൾ സ്വാഭാവികമായ രീതിയിലും ആ ദൈവമാണ് അവർ വഴി അവഹേളിക്കപ്പെട്ടത്. എന്താണ് സംഭവിക്കേണ്ടിരുന്നത്? അവർ വഴി അനേകം പേര് ദൈവത്തോട് അടുക്കേണ്ടതിന് പകരം അവർ വഴി അനേകം പേര് അകന്നു പാടിയാൽ തീർന്നു. ഒരുപക്ഷെ അവർ വഴി ദൈവത്തോട് അടുത്ത വ്യക്തികൾ പോലും ഒരുപക്ഷെ വേണമെങ്കിൽ അതുവഴി അകന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതാണ് തങ്ങൾ ചെയ്ത. തങ്ങൾ മൂലം സമൂഹമധ്യേ ലോകസമക്ഷം ദൈവം അവഹേളിക്കപ്പെട്ടു. ദൈവം സ്നേഹിക്കപ്പെടണം എന്നുള്ള കൊതിയോടുകൂടി ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണവരാണല്ലോ സഭയുള്ള എല്ലാവരും, പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളൊക്കെ. അങ്ങനെ ഇരിക്കെ തങ്ങൾ വഴി സമൂഹമധ്യേ ലോകസമക്ഷം ഈ ദൈവം ദ്രോഹിക്കപ്പെട്ടു, അവഹേളിക്കപ്പെട്ടു എന്നതൊക്കെയാണ് ഏറ്റവും ഒന്നാമത്തെ പാവമായിട്ട് എനിക്ക് അനുദപിക്കേണ്ട കാര്യമായിട്ട് എനിക്ക് പറയാൻ വേണ്ടി തോന്നുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടേ. അതായത് ആത്മീയ വഴികളിൽ ഇത് സാധാരണമാണ്. കാരണം
വിശ്വാസ ജീവിതം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് 3 രീതിയിലാണ് അതിൻ്റെ ഉയർച്ച വരുന്നത്. ഒരിക്കലും ഇങ്ങനെ ഒരു ഒറ്റ കയറ്റം കയറി അങ്ങ് നേരിട്ടങ്ങ് പോവുകയല്ല. അതായത് ആദ്യം നമ്മൾ ഈശോയുടെ ശിഷ്യന്മാരുടെ ലൈഫിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. ആദ്യം ഓറിയൻറ്റേഷൻ, അതായത് ദൈവത്തിലേക്ക് അടുക്കുന്നു, ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു, ദൈവികമായ കാര്യങ്ങൾ പറയുന്നു. ഇപ്പം ഈശോ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, അവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ആ ഒരു സ്റ്റേജ് ഇങ്ങനെ അതിൻ്റെ ഒരു ഏകദേശം ഒരു ക്ലൈമാക്സ് ഒക്കെ ആകുന്ന സമയത്ത് പിന്നെ സംഭവിക്കുന്ന ഒരു ഡിസോറിയൻറ്റേഷനാണ്. അതായത് അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈശോയുടെ നാമത്തിൽ അത്ഭുതം ചെയ്തവരും ഈശോയുടെ നാമത്തിൽ പിശാചിനെ പുറത്താക്കുകയും ചെയ്ത ശിഷ്യന്മാർ തന്നെയാണ് ഈശോയെ തള്ളിപ്പറഞ്ഞതും ഈശോയെ ഒറ്റിക്കൊടുത്തതും. അതാണ് ഈ ഡിസോറിയൻറ്റേഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. പക്ഷേ അവിടെ ഈ ശുശ്രൂഷ ചെയ്യുന്ന വലിയ വലിയ സെലിബ്രിറ്റീസും ഒക്കെ യഥാർത്ഥത്തിൽ അവരും ഈ സത്യം തിരിച്ചറിയണം. സാധാരണ എല്ലാ വിശ്വാസികളും തിരിച്ചറിയണം, ആത്മീയ വഴിയിൽ ഇങ്ങനെ ഒരു സംഭവം ദൈവം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇവൻ ഈശോയ്ക്ക് പോലും ഒരു ഡിസോറിയൻറ്റേഷൻ വരുന്നുണ്ട്. പിതാവേ പിതാവേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുന്ന ബാലൻസ് ചെയ്യണം. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഈ ആത്മീയ യാത്രയുടെ ഒരു ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വലിയ വിശ്വാസ ജീവിതം നയിച്ചിരുന്ന മദർ തെരേസയ്ക്ക് പോലും ഇടയ്ക്ക് ഇതുണ്ടാകുന്നുണ്ട്, വിശ്വാസത്തിലൊരു പിന്നോക്കം വരുന്നുണ്ട്. ഇതൊരു സംഭവമാണ്. അത് കഴിഞ്ഞൊരു റീഓറിയൻറ്റേഷൻ വരുന്നുണ്ട്. ഈ റീഓറിയൻറ്റേഷനിലാണ് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അഭിഷേകത്തോടെ എന്താണ് ഈ ഓടിപ്പോയ പത്രോസും എല്ലാം തിരിച്ചു വന്നുള്ള അവരെ സഭയെ സ്ഥാപിച്ചത്. അപ്പം ഇങ്ങനെ ഒരു തലം ഇപ്പം നമ്മൾ ചില വൈദികരുടെയൊക്കെ ജീവിതത്തിലാണെങ്കിൽ ചില വീഴ്ചകളൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കേൾക്കുന്നത്, അവർ ഡിസോറിയൻറ്റേഷൻ സ്റ്റേജ് നല്ല അഭിഷേകത്തിൽ നിന്നവർ വീഴുന്നതിൻ്റെ കാരണം ഇതാണ്, ഡിസോറിയൻറ്റേഷൻ സ്റ്റേജിൽ അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെയാണ് ഒരു ആത്മീയ വളർച്ചയുടെ ഒരു പൊതുവായ തത്വം എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പൊതുവില് വീണ് പോയതിനോട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു വീഴുന്നത് നല്ലതല്ല, പക്ഷേ വീഴുന്നതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. മുന്നോട്ട് പോകാനുള്ള സാധ്യത ദൈവം അനുവദിക്കാറുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ട് അനുവദിക്കാറുണ്ട്. അഹങ്കാരം നശിപ്പിക്കാൻ വേണ്ടി, ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ സെലിബ്രിറ്റികൾ വഴി സംഭവിക്കാവുന്ന രണ്ടാമത്തെ അപകടം ഉതപ്പാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു ഭാഗം തന്നെയാണത്. അത് യേശു പറഞ്ഞിരിക്കുന്നത് ഉതപ്പ് നൽകുന്നവന് ശിക്ഷ ആത്മഹത്യ ചെയ്യുന്ന ശിക്ഷയൊക്കെ വലുതാണ്. അപ്പൊ തങ്ങൾ ചെയ്ത രണ്ടാമത്തെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇവർക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ ചെയ്ത് തെറ്റെന്ന് തോന്നുന്നു, പക്ഷേ അതിനേക്കാൾ വലിയ തെറ്റാണ്. ഒന്നാമത് ദൈവം അതായത് ലോകസമക്ഷം ദൈവത്തെ അവഹേളിച്ചു, ദൈവത്തെ വിശ്വസിക്കാൻ അനേകം പേര് ദൈവത്തിൽ മാറിപ്പോണയായി തീർന്നു. രണ്ടാമത്തെ ഉതപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ ഉതപ്പ് വഴിയായിട്ട് അനേകം പേർക്ക് അസ്വസ്ഥത ഉണ്ടാക്കി. ഇനി ആത്മീയ കാര്യങ്ങളോട് പോലും താല്പര്യമില്ലാത്ത രീതിയിലുണ്ടാക്കി. അപ്പം ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ശരിക്കും ഇങ്ങനെ അനുദപിക്കേണ്ടത്. അതിനുശേഷം പിന്നെ പേഴ്സണലായിട്ട് നോക്കുക. ഒരു കത്തോലിക്ക സെലിബ്രിറ്റി അല്ലെങ്കിൽ അങ്ങനെ ശുശ്രൂഷ മേലൊക്കെ നിൽക്കുന്ന വ്യക്തി വീഴുന്നുണ്ടെങ്കിൽ എപ്പോഴും ഈശോയിൽ മാത്രം ഏകരക്ഷകനായ ഈശോയിൽ മാത്രം റൂട്ടഡ് ആകേണ്ടത് ഞാൻ, എൻ്റെ ഈശോയുടെ സർവസ്വം എന്ന രീതിയിൽ ഈശോയിൽ മാത്രം മുങ്ങി നിൽക്കേണ്ട ഞാൻ, അതിൽ നിന്ന് മാറി മറ്റെന്തെങ്കിലേക്കൊക്കെ എൻ്റെ ശ്രദ്ധ പോയോ? അപ്പോൾ ഈശോയെ വിട്ട് മറ്റു കാര്യങ്ങളിലേക്ക്, ഇപ്പം ഒന്നുകിൽ മറ്റ് മതവിശ്വാസങ്ങളിലേക്കോ, ചിലർക്കൊക്കെ അറിയാതെ പോലും മറ്റ് മതങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഈശോ ഭയങ്കര ഇഷ്ടമാണ്, ഈശോ വലിയ ആളാണ്, ഈശോ ഒരു രക്ഷകനാണ്. അതേസമയത്ത് മറ്റ് മതങ്ങളിൽ അവിടെ രക്ഷയുണ്ട്, ഇവിടെ രക്ഷയുണ്ട്, എല്ലാം ഒന്ന രീതിയിലൊക്കെ പോകും. പക്ഷേ ഈ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ആത്മരക്ഷയ്ക്കുള്ള ഏക വഴി ഈശോയാണ്. അപ്പോൾ ചിലർക്കൊക്കെ തെറ്റിപ്പോകാവുന്നൊരു മേഖല ഇവിടെയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ ഈശോയെ വിളിക്കുന്നുണ്ട്, ഈശോ സ്നേഹിക്കുന്നു. പക്ഷേ ഈശോയാണ് ഏക രക്ഷകൻ. ഈശോയ്ക്ക് വെളിയിൽ രക്ഷയില്ല. മറ്റ് മതങ്ങളുള്ളവർ പോലും രക്ഷ പ്രാപിക്കുന്ന ഈശോയിൽ കൂടിയാണ് എന്നുള്ള ഈ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയോ എന്നുള്ളത് ചിലർ വീഴ്ചയുടെ കാരണം അങ്ങനെയാണ്. ഇത് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യങ്ങൾ ഓർക്കുകയാണ്. ജനങ്ങളൊക്കെ ഈ ഇവരെയൊക്കെ ശ്രദ്ധിക്കുന്ന ജനങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ നൊവിഷ്യേറ്റിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ നൊവിസ് മാസ്റ്റർ അത് ഞങ്ങൾ വിശുദ്ധനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ നോക്കി പഠിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം ബ്രദേഴ്സിൻ്റെയൊക്കെ റോൾ മോഡല് അദ്ദേഹമാണ്. ഇത് ഒരു ദിവസം ഇദ്ദേഹത്തിന് അറിയാം. ഒരു ദിവസം ഇദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് പറയാണ്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി അല്ല ഇവിടെ വന്നിരിക്കുന്നത് കപ്പോച്ചിൻ സഭ ചേർന്ന്. ഞാൻ ചിലപ്പോൾ നാളെ വീണ് പോയെന്നിരിക്കാം, ഞാൻ ചിലപ്പോൾ ഉടുപ്പ് ഉപേക്ഷിച്ച് പെണ്ണ് കെട്ടിയെന്ന് വരാം. നിങ്ങൾ യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യേണ്ടത് യേശുവിനെ മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഒരാൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു സെലിബ്രിറ്റി ആകാൻ പറ്റില്ല. കാരണം അയാളെ ആൾക്കാർ പൊക്കിക്കൊണ്ട് വരുമ്പോൾ അയാൾ പറയും ഞാനല്ല, അവനല്ല. ആ ഒരു ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിലേക്കല്ല കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ ജനങ്ങളൊക്കെ ആണെങ്കിലും ഇവരിലേക്കല്ല എടുക്കേണ്ടത്. ഇവരുടെ പ്രബോധനം ശ്രദ്ധിക്കുന്നു, അതിന്റെ നന്മകൾ എടുക്കുന്നു.
അവർ യഥാർത്ഥത്തിൽ എത്തേണ്ടത് ഇവരെ ശക്തിപ്പെടുത്തുന്ന ഇവരുടെ ആശ്രയകേന്ദ്രമായ ഈശോയിലേക്കാണ്. അപ്പൊ ഈശോയിലേക്കുള്ളൊരു വഴി മാത്രമാണ് ഇവൻ നമ്മൾ പോലും. അപ്പോൾ ആ രീതിയിലാണ് ആൾക്കാർ ഇതിനെ കാണേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ വീഴ്ചകളൊക്കെ മനുഷ്യ സാധാരണമാണെന്ന് ചിലപ്പം ദൈവം അത് അനുവദിക്കാവുന്നതാണ്. ചിലപ്പോൾ മനുഷ്യരുടെ തന്നെ പോരായ്മകൾ കൊണ്ട് ഈ പറഞ്ഞ അഹങ്കാരം കൊണ്ടും അജ്ഞത കൊണ്ടും അറിവില്ലായ്മ. അപ്പം ഇങ്ങനെ ഇവരെ നന്മകൾ ചെയ്യുന്നതുകൊണ്ട് ഇവരെ പ്രശംസിക്കുമ്പോൾ അതിനിപ്പം നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ പ്രശ്നം വന്നിരിക്കുകയാണ്. ഈശോയിൽ കാര്യമായ റൂട്ടാകാത്തത് കൊണ്ട് ഇവർ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നു, ആ ബഹുമാന ആരാധന ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു, അങ്ങനെ സ്വയം ദൈവമായിട്ട് തീരുന്ന സംഭവിക്കുന്ന വലിയൊരു അപകടമാണത്. ഒരു അപകടം കൂടെ ഞാൻ പറയട്ടെ. ഇനിയിപ്പോൾ ഞാൻ സെലിബ്രിറ്റി ആയെന്ന് വിചാരിച്ചു, പക്ഷെ അപ്പോഴും എന്നെ നയിക്കാൻ ഒരു ആത്മീയ പിതാക്കന്മാരുണ്ടല്ലോ, അവരുമായിട്ട് ഹൃദയം തുറന്നൊരു ഹൃദയബന്ധം, അവര് പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാനുള്ള വിധേയത്വം കൂടി ഉണ്ടെങ്കിൽ ഈ വീഴ്ച വളരെ പ്രധാനപ്പെട്ട അത്രയ്ക്ക് വരിക. അതായത് വീണ് പോകുന്ന സ്ഥിതി കഴിഞ്ഞാൽ പറയാൻ വേണ്ടി പറ്റും, ഇവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയോ ആൾക്കാരില്ല. അപ്പം അങ്ങനെയുള്ള ആ ഗൈഡൻസ് മാറിപ്പോകുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ആശയം ഈ പറഞ്ഞു വീഴാനുള്ള കാരണമായിട്ട് പറഞ്ഞത്. മറ്റു പല കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഴാനുള്ള കാരണമായിട്ട് ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെയും ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളായിരിക്കും അതിൻ്റെ പുറകെ കിടക്കുന്നത്. മിസ്റ്റർ ഫ്രാൻസിസ് ടി സാലസ് പറഞ്ഞൊരു കാര്യമേ, അദ്ദേഹത്തിൻ്റെ ഭക്തജീവിത പ്രവേശിക എന്ന പുസ്തകം പറയുകയാണ്, ഒരുവന് ഒരു പെൺകുട്ടിയെ അവന് പ്രേമിക്കണം, വശത്താക്കണം. അപ്പോൾ അവൻ ആദ്യം അവളോട് പറയുന്നത്, നമ്മളിങ്ങനെ സ്നേഹത്തിലാവുന്ന കാര്യം നിൻ്റെ ആങ്ങളോടും പറയണ്ട അപ്പനോടും പറയണ്ടെന്നാണ് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരാത്മാവിനെ വീഴ്ത്താൻ ആഗ്രഹിക്കുമ്പോൾ സാത്താൻ ചെയ്യുന്ന കാര്യം ഇങ്ങനെ ചില വ്യക്തികളുടെ ഗൈഡൻസ് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടും അതൊന്നും ആവശ്യമില്ല. എന്ന് ഇവരുടെ ഉള്ളിൽ സാത്താൻ തോന്നിപ്പിക്കും. കാരണം സാത്താൻ അറിയാം ഗൈഡൻസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ വീഴ്ത്താൻ പറ്റുമെന്നുള്ള അറിയാം. അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞ ഒരു ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം സെലിബ്രിറ്റി തലങ്ങളിലുള്ള പ്രത്യേകിച്ച് വചന ശുശ്രൂഷ മേഖല മറ്റുള്ള വ്യക്തികൾ വീഴുമ്പോൾ സംഭവിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ഇതാണ്. വേറെന്താണ് അച്ഛനെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്? എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, എത്രമാത്രം മുകളിൽ നിന്ന് വീണാൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എത്ര വലിയ പാവങ്ങൾ എത്ര ഉന്നതമായ ആത്മീയാവസ്ഥയിൽ നിന്ന് എത്ര പ്രാവശ്യം ചെയ്താലും അനുതാപമുണ്ടെങ്കിൽ ജെന്യുവിനായിട്ടുള്ള, അതായത് ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവോളം വിശ്വസിച്ചെന്ന് വിളിക്കാതല്ല, അങ്ങനെ അപകടമുണ്ട്. ഇപ്പോൾ രക്ഷയില്ല, ആൾക്കാരുടെ മോശമായിട്ട് വിചാരിക്കുന്നു, എനിക്കൊരു വിഷമമുണ്ട്, ഈശോ ആശ്രയിച്ചേക്കാം. പക്ഷെ സത്താപരമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ശരിയായ അനുതാപമോ മാറ്റമോ ഉണ്ടായിട്ട് കാണുകയില്ല. ചിലരൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ വീഴുന്നു, അത് കഴിഞ്ഞ് വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വീഴുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതായിരിക്കും അല്ലേ, ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ശരിക്കും മാനസാന്തരപ്പെട്ടിട്ടില്ല, അനുതാപത്തിലേക്ക് വന്നിട്ടില്ല. ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി കുറച്ച് ഉപരിപ്ലവമായിട്ട് ഇങ്ങനെ മാറുന്നതായിട്ട് അല്ലേ, അതായിരിക്കും സംഭവിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ വീഴുന്ന കാര്യങ്ങൾ സാധാരണ വിശ്വാസികൾ അധികം ചർച്ചാ വിഷയമാക്കി മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞ് അതിനധികം വളർത്തേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അവരെ വിധിക്കുക ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴേ. കാരണം നമുക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെ യഥാർത്ഥ റീസൺസ് അല്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ദൈവം ഇത് അനുവദിച്ചതാണോ, ദൈവത്തിന് ഇതിനേക്കാൾ ഉപരിയായ പദ്ധതി ഉണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുമ്പോൾ എന്താ പറയാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. കാരണം ഇപ്പൊ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളുണ്ട്, ഇവർ വഴി അനേകം പേര് നന്മയിലേക്ക് വരാൻ ഇടയായിട്ടുണ്ട്. ഇവരുടെ പ്രവൃത്തികൾ മൂലം, ഇവരുടെ സന്മാതൃക മൂലം ഒക്കെ അനേകം പേര് നന്മയിലേക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഞാനൊരു വിഷമിപ്പിച്ചൊരു കാര്യമേ, ഇങ്ങനെ ചില വ്യക്തി വീട് കഴിയുന്ന സമയത്ത് ഈ നന്മകൾ സ്വീകരിച്ച ഒരാൾ പോലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ശരിയാണ്, പക്ഷെ എനിക്കിങ്ങനെ എത്ര നന്മകൾ ഉണ്ടായിട്ടെന്ന് പറയാൻ ആരും കാണുകയില്ല. ആ ഒരു നന്ദിയുടെ മനോഭാവം എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. പണ്ട് ഈശോ സംഭവിച്ചതുപോലെ ഈശോയിൽ നന്മ സ്വീകരിച്ചവരെല്ലാം പീഡാനുഭവ സമയത്ത് ഈശോയ്ക്ക് എതിരെ നിന്ന് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയും കാണുന്നുണ്ട് അല്ലേ. അതൊരു ഒരു നല്ല നിലപാടല്ല. കാരണം അത് നമ്മൾ പരിഗണിക്കണം. ഇവർ ഒത്തിരി നന്മ ചെയ്തുകൊണ്ട് ആ നന്മകളെ പരിഗണിച്ചും ഇവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഈശോ ഒരുക്കും അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ ഇത് ഈ സന്ദേശമൊക്കെ, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു സന്ദേശമാണ് നൽകുന്നത്. അത് പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമാണ്, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ. അതെ ഇതാ അവര് വഴി അനേകർക്കുള്ളൊരു പാഠമാണ്. വീഴാതിരിക്കട്ടെ. അവരെക്കാളും കുഴപ്പങ്ങൾ കാണിക്കുന്നവർ പുറത്തറിയാതിരിക്കുകയായിരിക്കും അവരെക്കാളും കുഴപ്പങ്ങൾ കാണിക്കുന്ന വ്യക്തികൾ പുറത്തറിയാതിരിക്കുകയായിരിക്കും. ഇവരെ ഇങ്ങനെ ഒരു പ്രദർശിപ്പിച്ചുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് മാനസാന്തരപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരികയായിരിക്കും. ശരിക്കും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ജാഗരൂകരായിട്ട് മുൻപോട്ട് പോവുക. പിന്നെ ചില വീഴ്ചകളൊക്കെ ദൈവം ചിലപ്പോൾ അനുവദിച്ചു എന്ന് വരാം. ദൈവം അനുവദിക്കുന്ന വീഴ്ചയാണെങ്കിൽ അതിൽ നിന്ന്
ഉയർച്ച ദൈവം തന്നെ വരുത്തും. അതിന് നമ്മൾ സഹകരിച്ചാൽ മതി. ഇതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മതിയെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ ശരിക്കും